ഇനി എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കുമോ? ഒരുപാട് കുമ്പസാരം നടത്തി, ഒരുപാട് കുർബാന കൊണ്ടു, ഒരുപാട് തലത്തിൽ ദൈവസന്നിധി തീരുമാനങ്ങൾ എടുത്തിട്ടും ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ വഴി വിട്ടുപോയി. ഇനി എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കുമോ എന്നുള്ള ആശങ്കകൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അത് കരുണയുടെ സുവിശേഷമാണ്. 100 ആടിൽ ഒന്ന് കാണാതെ പോയാൽ ഒന്നിനെ തേടിയെത്തുന്ന ദൈവസ്നേഹം. എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ കാണുന്നില്ല, എന്നെ അറിയുന്നില്ല, ഇനി എന്നെ തള്ളിക്കളയുമെന്ന് ചിന്തിച്ചാൽ അതാണ് തെറ്റ്. കൂടെയുള്ള 99 ആടിനേക്കാൾ കൂടുതലായി ഉള്ള സ്നേഹം കണ്ടുകിട്ടുന്ന ഒരാടിനെ പറ്റിയാണ്. ആ ആടിനെ തൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ പിന്നീട് അതിനെ തോളിലെടുക്കുന്ന ദൈവസ്നേഹമാണ്. തൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം, നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കേട്ടത് ഒഴുകിപ്പോകാതിരിക്കാൻ അധികം ശ്രദ്ധയോടെ ഗ്രഹിച്ചു കൊള്ളണം. മാത്രമല്ല, നമ്മൾ ഈ പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ പലതും നമുക്കറിയാവുന്നതായിരിക്കും. പക്ഷെ പാമ്പാക്കുട നമസ്കാരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഒരിക്കലും ടൈറ്റസ് അച്ഛൻ്റെ പ്രസംഗം കേൾക്കുവാൻ എൻ്റെ മുമ്പിൽ ഇരിക്കരുത്. പരിശുദ്ധ റൂഹ എന്നോട് സംസാരിക്കുന്ന ദൈവിക സ്പർശനത്തിൻ്റെ വാക്കുകളായി എൻ്റെ മുമ്പിലേക്ക് ഇരിക്കുമ്പം ഞാൻ പറയുന്നതിൻ്റെ 10 ഇരട്ടി ആശയം സർവശക്തൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരും. മാത്രമല്ല, വചനം ഇരുവാൾ തലയുള്ള മൂർച്ചയുള്ള കത്തിയാണ്. ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നമ്മൾക്കും ഒരുപോലെ കുത്തുകൊള്ളുവാനും അതിലൂടെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമയം അധികം വൈകി സമാപന ദിവസമാണ്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വേദവാക്യം, നമ്മൾ ഈ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഷാലോൻ TV-യിൽ പണ്ട് ഒരു 15 മിനിറ്റ് പറഞ്ഞതാണ്. ഒരു ഉൾക്കാഴ്ചയോട് അങ്ങനെ ഇരിക്കരുത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ പിന്നീട് ഒരു ഫ്ലോ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. അത്ര നമ്മൾ ആരും അങ്ങനെ കേട്ടിട്ടുള്ള ഒരു പ്രബോധന വേദവാക്യമല്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവ് ചെയ്ത് ആരും ഇടയ്ക്കൂടെ ഇറങ്ങി നടക്കുകയോ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഓണാക്കുകയോ ചെയ്താൽ എൻ്റെ ഈ ഒരു മൂടങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ണും നിങ്ങളുടെ കണ്ണും തമ്മിൽ ഒരു നല്ല ആത്മീയ ബന്ധം വേണം. എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തമ്മിൽ അതുപോലൊരു ദൈവിക ബന്ധം വേണം. അങ്ങനെ വന്നാൽ ഒരു വിശുദ്ധ കുർബാന കഴിയുന്ന അതേ ദൈവിക അനുഭവത്തിൽ ഈ പന്തലിൽ ഒരു ഓറ പ്രകാശിക്കും. ആ ഒരു ചിന്തയുടെ അനുഭവത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വേദവാക്യം, അത് ഈ പറയുന്ന സമയത്ത് എല്ലാം ഒന്നും കുറിച്ചെടുക്കണമെന്നില്ല. അത്യാവശ്യം മനസ്സിൽ തങ്ങാത്ത ഭാഗം മാത്രം കുറിച്ചെടുക്കുക, ബാക്കി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കുക. 2 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം 3 ചെറിയ വരികളാണ്. 2 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാ രസിക്കരുത്. ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാ രസിക്കരുത്. സഹോദരങ്ങളെ, ഇതിൻ്റെ തൊട്ടു മുന്നിൽ കൊടുത്തിട്ടുണ്ട് ദാവീദ് രാജാവിൻ്റെ ഒരു ധനുർഗീതമാണ് ഈ 3 വരി. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാ രസിക്കരുത്. നമ്മൾ ധാരാളം ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. സുവിശേഷ ഗീതങ്ങളുണ്ട്, യാഹവേ ഗീതമുണ്ട്, സങ്കീർത്തനങ്ങൾ കുറേയേറെ ഗീതങ്ങളുണ്ട്. രാജകീയ ഗീതം, സിയോൻ ഗീതം, അനുതാപ ഗീതം, വിലാപ ഗീതം. എന്നാൽ ദാവീദിൻ്റെ വ്യത്യസ്തമായ ഒരു ഗീതമാണ് ഈ ചമച്ചിരിക്കുന്ന ധനുർഗീതം. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാ രസിക്കരുത്. എന്താണ് ഈ 3 വരികൾ? ഗത്തും അസ്കലോനും വിജാതികളുടെ 2 സ്ഥലമാണ്. ഗത്തിൽ വെച്ചാണ് ശിംശോന് ശക്തി കിട്ടിയത്, അസ്കലോനിലാണ് ശിംശോൻ വീണുപോയത്. ഇനി ഈ ധനുർഗീതം എഴുതാനുള്ള പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ശ്രദ്ധിച്ചിരുന്നാൽ പിന്നീട് ഒരു ഫ്ലോയായി നിങ്ങളുടെ മനസ്സിലേക്ക്, അതുകൊണ്ട് ആ കോൺസെൻട്രേഷൻ പോകരുത്. ഈ ധനുർഗീതത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ശൗലും ദാവീദും 2 പേരും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. ഇവർ 2 പേരും ജനത്തെ നയിച്ചവരാണ്.
ശൗലിനെ കുറിച്ച് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 3-4 പ്രത്യേകതകളുണ്ട്. 1, ശൗൽ സുന്ദരനാണ്. 2, കോമളനാണ്. ശൗലിന്റെ പടയങ്കി വേറെ ആർക്കും പാകമല്ല. ശൗൽ എവിടെ പോകുമ്പോഴും മുൻപടയായി ജനം ഇങ്ങനെ ആഘോഷപൂർവ്വം നടന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ഉള്ള ശൗലിൽ ഒരു ദുരാത്മാവ് കടന്നു വന്നു. ഇതിന്റെ പശ്ചാത്തലം പറയുന്നത്, സ്ത്രീകൾ ശൗലിനെയും ദാവീദിനെയും കണ്ടപ്പോൾ ഒരുമിച്ച് ഒരു പാട്ടുപാടി. ആ പാട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ പാട്ടാണ് ധനുർഗീതത്തിന്റെ പശ്ചാത്തലം. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്നു മുതൽ യഹോവയുടെ അഭിഷിക്തനായ ശൗലിൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ദുരാത്മാവ് കടന്നു വന്നിട്ട് 3 പ്രാവശ്യം ചുവരിനോട് ചേർന്ന് കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുവാൻ ഈ ശൗൽ ശ്രമിച്ചു. ദൈവമക്കളെ, കുമ്പസാരത്തിന്റെ ദിനമാണല്ലോ നോമ്പിന്റെ പല ഞായറാഴ്ചകളും സഭ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ കുമ്പസാര ക്രമത്തിൽ പാപങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ മരണകരമായ 3 പാപങ്ങൾ പറയുന്നു. 1, അഹങ്കാരം. 2, അന്യന്റെ ഉയർച്ചയിലുള്ള അസൂയ. 3, എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും എന്നുള്ള ബോധ്യം. ഇത് 3 പാപമല്ല, മരണകരമായ പാപമാണ്. അതിൽ ആദ്യത്തേതാണ് അഹങ്കാരം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. 2, അന്യന്റെ ഉയർച്ചയിലുള്ള അസൂയ. നമ്മുടെ ജീവിതത്തിൽ ഓർക്ക് വൈദികരാണെങ്കിലും അൽമായരാണെങ്കിലും, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഉപദേശി പറയുന്ന ലളിതമായ ഒരു തിയോളജി ഉണ്ട്. കുഞ്ഞെ, നിന്റെ അയൽപക്കത്ത് ഒരാൾ നന്നായി കടന്നാൽ നിന്നോട് കടം ചോദിക്കില്ല. ഉപദ്യാവ് 1:12 പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. നിന്റെ സഹോദരന്റെ ആപത്ത് നിന്റെ ആപത്താണ്, നീ അത് കണ്ട് വമ്പ് പറയരുത്. നിന്റെ സഹോദരന്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. നിന്റെ സഹോദരന്റെ ആപത്ത് നിന്റെ ആപത്താണ്, നീ അത് കണ്ട് വമ്പ് പറയരുത്. സഹോദരങ്ങളെ, ഇവിടെ ശൗലും ദാവീദും യഹോവയുടെ അഭിഷിക്തന്മാരായിരുന്നെങ്കിലും ഈ ഒരു പാട്ടോടുകൂടി സ്ത്രീകൾ പാടി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്ന് മുതൽ ഞാൻ പറഞ്ഞല്ലോ 3 പ്രാവശ്യം ചുവരിനോട് ചേർന്ന് ദാവീദിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. ഇവിടെയാണ് യഹോവയുടെ അഭിഷിക്തനായ ദാവീദ് ചെയ്തത്. 3 പ്രാവശ്യം ഒഴിഞ്ഞു മാറിപ്പോയെന്ന് മാത്രമല്ല, യാതൊരു പ്രതികാരവും ശൗലിനോട് കാണിച്ചില്ല. നമ്മൾ എന്നും മസ്മൂറ വായിക്കുമ്പോൾ വ്യക്തമായി നമ്മൾ ചൊല്ലുന്നുണ്ട്, നിന്റെ ഒരു ഭാഗത്ത് 1000 നിന്റെ വലത്തു ഭാഗത്ത് 10,000 വീഴും, എങ്കിലും അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. 23-ാം സങ്കീർത്തനം അത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കൂരിരുൾ താഴ്വര എന്നാണ്. പക്ഷേ മറ്റു ഭാഷകളിൽ മരണത്തിന്റെ താഴ്വൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ അറിയുന്നു, എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. ദാവീദ് യാതൊരു പ്രതികാരവും ചെയ്യാൻ പോയില്ല. ഇനിയാണ് ഈ ധനുർഗീതത്തിന്റെ പ്രത്യേകത. യഹോവയുടെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അന്ത്യം അതിദാരുണമായി. 1 ശമൂവേൽ 31:9 മുതൽ താഴോട്ട് വരെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അവർ അവന്റെ തല വെട്ടി ആയുധവർഗം അഴിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രത്തിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ആളയച്ചു. അവർ അവന്റെ അസ്ഥികളെ കുഴിച്ചെടുത്ത് യാബേശിലെ ചിബില വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് 7 ദിവസം ഉപവസിച്ചു. എന്നാൽ ഇത്രയും ദാരുണമായ സംഭവം നടന്നപ്പോൾ ദാവീദിന്റെ ഭടനിത ഇവന്റെ വസ്ത്രവും പടയങ്കിയും ദാവീദിന്റെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഇതാ ദാവീദ് രാജാവേ, നിന്നെ കൊല്ലാൻ ശ്രമിച്ച ശൗലും അവന്റെ മകൻ യോനാഥാനും പട്ടുപോയി. ശൗലിന്റെ വസ്ത്രവും പടയങ്കിയും നിന്റെ കാൽക്കൽ ഇതാ കൊണ്ടുവെക്കുന്നു. നമുക്കറിയാം, വൈദികരാണെങ്കിലും അൽമായരാണെങ്കിലും നമുക്കാരെങ്കിലും ഒരു ദ്രോഹമുണ്ടാക്കിയാൽ, അവർക്ക് തിരിച്ചടി കിട്ടിയാൽ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സന്തോഷമുണ്ടാകും. എന്നാൽ ഇവിടെയാണ് ധനുർഗീതത്തിന്റെ പ്രത്യേകത. ദാവീദിന്റെ അടുക്കൽ വന്ന് ദാവീദിന്റെ ഒരു ഭടൻ ഈ വസ്ത്രവും പടയങ്കിയും കാൽക്കൽ കൊണ്ട് വെച്ചപ്പോൾ ഈ ഭടൻ ധരിച്ചത് മന്ത്രിക്ക് തുല്യമായ സമ്മാനങ്ങൾ, പിന്നെ സ്ഥാനമാനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുമെന്നാണ്. എന്നാൽ ദാവീദ് പറയുന്നുണ്ട്, ശൗൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്, അവൻ ദൈവത്തിന്റെ ദാസനാണ്, യഹോവയുടെ ഭടനാണ്, യഹോവയുടെ അഭിഷിക്തനാണ്. യഹോവയുടെ ദാസന്റെ, യഹോവയുടെ അഭിഷിക്തന്റെ മരണം
എന്നോട് പറയാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ അവനെ വെട്ടിക്കൊല്ലാൻ കൽപ്പന കൊടുത്തു. അതിനുശേഷമാണ് ദാവീദ് പോയി 24 മണിക്കൂറോളം കണ്ണുനീരൊഴുക്കി ഉപവാസത്തോട് എഴുതിയ ധനുർഗീതമാണ് ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകുമാർ രസിക്കരുത്. ദൈവമക്കളെ, ഭാരതീയ സംസ്കാരത്തിൽ ഒരു ശ്ലോകമുണ്ട്, ആനോ ഭദ്ര കൃതവേ എന്ത് വിശുദ്ധ സർവലോക സമസ്ത സുഖനോ ഭവന്തു സർവേ സന്തു നിരാമയ മാ ബിന്ദുഷാമഹയും. ലോകരെല്ലാം സുഖമായിരിക്കട്ടെ, ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സുകൊണ്ടോ എൻ്റെ ശരീരം കൊണ്ടോ എൻ്റെ ചിന്ത കൊണ്ടോ ആർക്കും ഒരു ദ്രോഹവും വരാതിരിക്കട്ടെ. പ്രത്യേകിച്ചും ഈ പരിശുദ്ധ നൊയമ്പിൻ്റെ നമസ്കാരങ്ങളിൽ എല്ലാം ലളിതമായ ഭാഷയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത 1-2 വരികളാണ്. പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം, ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും സോദരനെ ഒളിവിൽ കൊല്ലും. പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം, ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും സോദരനെ ഒളിവിൽ കൊല്ലും. നാവിലധർമ്മം കാട്ടരുതേ, സഹജവ്രണത്തിൽ കുത്തരുതേ, പരനിൽ കുറ്റം ചാർത്തല്ലേ, കുറ്റക്കാരായി തീരല്ലേ. നാവിലധർമ്മം കാട്ടരുതേ, സഹജവ്രണത്തിൽ കുത്തരുതേ, പരനിൽ കുറ്റം ചാർത്തല്ലേ, കുറ്റക്കാരായി തീരല്ലേ. ഈ ധനുഗീതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധനുഗീതം ദാവീദ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പാടണം. ദൈവമേ, ഈ നോമ്പിലൂടെ ദാവീദ് പാടിയ ധനുഗീതം ഞാനും പാടുന്നു. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകുമാർ രസിക്കരുത്. കാരണം എന്തെന്നറിയാമോ? ഇന്ന് മനുഷ്യന്റെ നന്മകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ തിരുക്കൂറൽ എന്ന കവിതയിൽ പാടുന്നുണ്ട്, ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണുമാണ്. ഏതൊരു മനുഷ്യന്റെ നന്മകളെ കാണാതെ ഏത് തരത്തിലും മറ്റു തരത്തിൽ അവനെ മാക്സിമം മുറിവേൽപ്പിക്കുവാനും ചവിട്ടിത്തേക്കാനും ശ്രമിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയാമങ്ങളിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് പറയണം, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഓരോ കുർബാന കഴിയുമ്പോഴും എൻ്റെ ആയുസ്സിൽ ഓരോ ദിനങ്ങൾ കുറയുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് അടുക്കുകയാണോ, ഞാൻ എൻ്റെ ദൈവത്തോട് അകലുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ധനുഗീതം ഒരു പ്രതിജ്ഞയായി എടുക്കുവാൻ ഓർക്കുക. ധനുഗീതം പാടേണ്ട ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നത് ഞാനൊന്ന് ആവർത്തിച്ച് പറയുകയാണ്. സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവത്തെ അറിയുന്ന അഭിഷിക്തന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ വലിയ നോയമ്പിൽ ഉപേക്ഷിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. 4, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. 5, ദോഷത്തിനായി ഓടുന്ന കാലുകൾ. 6, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി. 7, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഞാൻ പറയുന്നു, 10 കൽപ്പന നമുക്ക് ഏവർക്കും അറിയാം. സെർമൺ ഓൺ ദി മൗണ്ട് അറിയാം. ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ, ഈ 7 കാര്യങ്ങൾ ഉടയതമ്പുരാൻ വെറുക്കുവാൻ പറയുന്ന 7 കാര്യങ്ങൾ ഈ നോമ്പിൽ കാണാതെ പഠിച്ച് ഉപേക്ഷിക്കണം. കാര്യമെന്ത്? പരിശുദ്ധ മൂറോൻ കൊണ്ട് കൂദാശ എന്ന 2 കാര്യങ്ങൾ, 1 നമ്മുടെ ശരീരവും 2 നമ്മുടെ ദേവാലയമാണ്. ഈ മൂറോനെടുത്ത് കൂദാശ എന്നതിന് മുമ്പ് തന്നെ പുരോഹിതന്മാർ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു, അശുദ്ധാത്മാവെ സമൂലം നിശേഷം നീങ്ങിപ്പോവുക, മത്സരിക്കരുത്. കുഞ്ഞെ, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരം ഒരു അഭിഷിക്തനെ പോലെ നീ സൂക്ഷിക്കുവാൻ ഈ പരിശുദ്ധ വലിയ നോയമ്പിൽ നീ വെറുക്കേണ്ട 7 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് ഗർവമുള്ള കണ്ണ്. ഈ നോമ്പിന്റെ നമസ്കാരക്രമങ്ങളിൽ സെതറയിൽ ഞാൻ അടുത്തിടയ്ക്കത് അണ്ടർലൈൻ ചെയ്തപ്പം 5 വരികൾ 19 ഭാഗത്ത് വൈദികർ വായിക്കുന്ന സെതറയിൽ സഭാപിതാക്കന്മാർ, ഞാൻ ആലോചിക്കുക എന്തിനാണ് ഈ വരികൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അടിവരയിട്ട് പറയുക, 1, ദൈവമേ, ന്യായരഹിതമായത് നോക്കാതെ ഇരിക്കാൻ
പരിഭാഗത്തുള്ള കണ്ണിനെ ഈ നോമ്പിൽ നീ എനിക്ക് തരണം. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇത് വളരെ വ്യക്തമായി വൈദികരുടെ കയ്യിലിരിക്കുന്ന സെതറയിൽ അടിവരയിട്ട് പറയുന്നത് 19 ഭാഗത്ത് നോമ്പിൽ ഇത് എഴുതിയിട്ടുണ്ട്. 1, ന്യായരഹിതമായത് നോക്കാതെ ഇരിക്കാൻ പരിഭാഗതയുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ്. ഇവിടെ പറയുന്നു 1, ഗർവമുള്ള കണ്ണ്. എന്താ ഗർവമുള്ള കണ്ണ്? പ്രഭാഷകൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ കണ്ണ്, ചിരി, സംസാരം, നടപ്പ്, ഇത് 4മാണ് അവന്റെ സത്വം വെളിപ്പെടുത്തുന്നത്. ഒരാളുടെ കണ്ണ് കണ്ടാൽ മതി, ഒരാളുടെ സംസാരം കേട്ടാൽ മതി, ഒരാളുടെ നടപ്പ് കണ്ടാൽ മതി, ഒരാളുടെ ചിരി കണ്ടാൽ മതി. മാത്രമല്ല, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കറുപ്പും വെളുപ്പുമല്ല. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി. നമ്മളെ കാണുന്ന വ്യക്തിത്വങ്ങൾക്ക് വീണ്ടും കാണാൻ തോന്നിയാൽ അതാണ് പേഴ്സണാലിറ്റി. അതിനാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അത് പുരോഹിതനാണെങ്കിലും അൽമായനാണെങ്കിലും സഹോദരങ്ങളെ, ഗർവമുള്ള കണ്ണ് നമുക്ക് പറ്റിയതല്ല. പ്രത്യേകിച്ചും ഈ പരീക്ഷയുടെ ടൈം ആകുമ്പം ഒരുപാട് കുഞ്ഞുങ്ങൾ ഓവർ ടെൻഷൻഡാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനാക്കാനല്ല, അവനെ ദൈവീക നിറവിൻ്റെ മനുഷ്യനാക്കി തീർക്കാൻ. ഒരിക്കലും ക്രൂരമായ കണ്ണുകൾ, ഗർവമുള്ള കണ്ണ് ഒരു ദൈവഭക്തന് പറ്റിയതല്ല. അതുകൊണ്ട് പാമ്പാക്കുട നമസ്കാരത്തിൽ പറയുന്നത്, കണ്ണ് നമുക്ക് കാണാൻ വേണ്ടി മാത്രമല്ല, കാണാതിരിക്കാനും കൂടിയാ. ഒളിവായി നോക്കിയിടാതെ എൻ്റെ കണ്ണിനെ നീ കാക്കണം, വഞ്ചന കേൾക്കാതെ അടിയൻ്റെ കാതിനെ നീ കാക്കണം. ഇത് പിതാക്കന്മാർ എന്താ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മുടെ സത്വം ഏറ്റവും പ്രധാനമായി ഓർക്കുക, ഗർവമുള്ള കണ്ണ്. 2ാമത് പറയുന്നുണ്ട്, വ്യാജമുള്ള നാവ്. പലരും വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്, കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞു, കള്ളം പറഞ്ഞു. ഓർക്കുക, തിരുവചനം പറയുന്നുണ്ട്, കള്ളം പറയുന്നവന്റെ നാവിനെ ഞാൻ ചിന്തിക്കളയും. വിശുദ്ധനായ അസീസി പറയുന്നു, രാത്രി യാമങ്ങൾ കിടന്നുറങ്ങുമ്പം നീ പറഞ്ഞ കള്ളങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതണം. ഇന്ന് നീ 50 പറഞ്ഞാൽ നാളെ 51 ആകരുത്, 49 ആകാവൂ. ഇങ്ങനെ ഓരോ ദിവസവും കള്ളം പറയുന്നത് കുറച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പോസിറ്റീവ് എനർജി വളരെ വലുതായി വരും. വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് തങ്ങളുടെ നാവ് കൊണ്ട് കള്ളം പറയാൻ നാവിനെ എടുത്ത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞത്. ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3ാമത് പറയുന്നുണ്ട്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. ദൈവമക്കളെ, ഈ ധനുർഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായി പഠിക്കേണ്ടതാണ് കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. യേശു ക്രിസ്തു കൈകൊണ്ട് കാണിച്ചു തന്ന 6 നന്മകൾ ധാരാളം ഉണ്ടെങ്കിലും ഒരു ചിത്രം പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യേശു തമ്പുരാൻ എന്താണ് കൈകൊണ്ട് കാണിച്ചു തന്നത്? 1, ഹി ടച്ച് ദി അൺടച്ചബിൾ മാൻ. ആരും തൊടാത്തവനെ തൊട്ടു. 2, ആരും തുറക്കാത്തവന്റെ കണ്ണു തുറന്നു. ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി. വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കാൽവരിയിൽ യാഗമായി. ഈ കൈകൾ കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞു. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, പെട്ടെന്ന് മനസ്സിലാകും. 1, ആരും തൊടാത്തവനെ തൊട്ടു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നെങ്കിൽ യേശു തമ്പുരാൻ ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ തൊടേണ്ട കാര്യമില്ല. ഉടയ തമ്പുരാൻ പറയുന്നു, കുഞ്ഞെ, നിനക്ക് ദൈവം കൈ തന്നത് ആരും തൊടാത്തവനെ തൊടാനാ. മദർ തെരേസയുടെ കൈകൾ ഏതാണ്ട് 6 വർഷം മുമ്പ് മനോരമയിൽ വന്നു. ഈ തലമുറ മദർ തെരേസ ജീവനോടെ കണ്ടിട്ടില്ല. കൈകൾ മാത്രമേ വന്നുള്ളൂ. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, ഈ കൈകൾ ആരുടെ? കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആ കൈ തിരിച്ചറിഞ്ഞു. കാരണം ത്യാഗം ചെയ്യുന്ന കൈ ലോകം തിരിച്ചറിയും. അതാണ് സഹോദരങ്ങളെ ഓർക്കുക, ആരും തൊടാത്തവനെ യേശു തമ്പുരാൻ കൈകൊണ്ട് തൊട്ടു. 2, ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ആരെങ്കിലും വരുമ്പോൾ ശ്രദ്ധ മാറല്ലേ. ആരും തൊടാത്തവനെ തൊട്ടു. 2, ആരും തുറക്കാത്തവന്റെ കണ്ണു തുറന്നു. എന്തിനാണ്? ഒരു കുരുടനെ സൗഖ്യമാക്കാൻ തൻ്റെ കയ്യിൽ മണ്ണെടുത്ത് തുപ്പി കണ്ണിൽ പുരട്ടി ശീലോഹം കുളത്തിൽ വരെ കഴുകാൻ വിടേണ്ട ആവശ്യമില്ല. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ഉയർത്തെങ്കിൽ യേശുവിനൊന്ന് പറഞ്ഞാൽ മതി. ഇവിടെയാ ഓർക്കേണ്ടത്, താൻ പാതി ദൈവം പാതി. ഗോഡ് ക്രിയേറ്റഡ് us without our cooperation, but he need us our cooperation to save us. ദൈവം തമ്പുരാൻ നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ നിർമ്മിക്കുവാൻ നമ്മുടെ സഹായം ആവശ്യമില്ല. എന്നാൽ പലപ്പോഴും നമ്മളെ കരം പിടിക്കുവാൻ നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ സഹകരണം
സർവശക്തൻ നമ്മളോട് ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. ഇവിടെയാ ഓർക്കുക, ആരും തൊടാത്തവനെ തൊട്ടും ആരും തുറക്കാത്തവനെ കണ്ണു തുറന്നു. 3, ആഴത്തിൽ വീണവനെ പിടിച്ചു കയറ്റി. പത്രോസ് ഇതാ മുങ്ങിത്താഴാൻ പോയപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചു കയറ്റിയ തിരുവചന മഹാത്മ്യം നമുക്ക് തരുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. പണ്ട് റോഡ് സൈഡിൽ ആക്സിഡന്റ് നടക്കുമ്പം നമുക്കറിയാം, ജാതി മത വ്യത്യാസമില്ലാതെ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഈ കാറ് മറ്റൊരു വഴിക്ക് പോകും. അടുത്തിടയ്ക്ക് കൊട്ടാരക്കര വിജയാസിൽ ശരീരം മുഴുവൻ ബ്ലഡുമായി ഒരു 3-4 പേർ ഒരു രോഗിയെ കുളക്കട ഭാഗത്ത് വെച്ച് ആക്സിഡന്റ് നടന്നത് കൊണ്ടുവന്നു. ഇവർ തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടെയുള്ള മകനെ യാത്ര അയക്കാൻ വന്നവരാണ്. ഈ ആക്സിഡന്റ് ആ കാഠിന്യം കണ്ടിട്ട് ഇവരുടെ 4 പേരുടെ ബോഡിയിൽ രക്തം മുഴുവൻ വാർന്നിരിക്കുക. ഇവർ തൃശ്ശൂരിനടുത്തുള്ളവർ, കോട്ടയത്തിനടുത്ത് താമസിക്കുന്നവരാണ്. ഞാൻ അവസാനം ഇവരോട് ചോദിച്ചു, അച്ഛാ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ മകൻ അവരുടെ ഫ്ലൈറ്റ് പോയി. ആ മകൻ്റെ ഫ്ലൈറ്റ് പോയിട്ടും ഇതാണ് ഓർക്കേണ്ടത്, ആഴത്തിൽ കിടന്ന പലരും ആക്സിഡന്റിൽ കിടക്കുമ്പോഴും രോഗമായി കിടക്കുമ്പോഴും അവർക്ക് ഒരുപാട് ഭക്ഷണമൊന്നും കൊടുത്തില്ലേലും പണമൊന്നും കൊടുത്തില്ലേലും സ്നേഹിത നീ എൻ്റെയാണെന്നുള്ള സ്നേഹത്തോടെ അവനെ ഒന്ന് കരം പിടിച്ചുയർത്തിയാൽ, ദൈവമക്കളെ ആലോചിച്ച് നോക്കിയേ, ഇന്ന് റോഡിൽ നടക്കുന്ന ആക്സിഡന്റിൽ പകുതി കൂടുതൽ അവിടെ സെൽഫി എടുക്കാൻ ആളുണ്ട്, അത് ഫോട്ടോയിൽ പകർത്താൻ ആളുണ്ട്. എന്നാൽ ഒന്നുകൊണ്ടെത്തിച്ചാൽ ചിലപ്പോൾ 70% ആഴത്തിൽ കിടക്കുന്നവരും ഉയർക്കും. ഇത് ആഴത്തിൽ കിടക്കുന്ന ആക്സിഡന്റ് പറ്റിയവർ മാത്രമല്ല. ഞാനും ജെയിംസ് അച്ഛനും സെമിനാരിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരിക്കൽ അതിരാവിലെ 4:30-5 മണിക്ക് ഞങ്ങളുടെ റൂമിനോട് ചേർന്ന് ഒരു മാനസിക രോഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അദ്ദേഹം പലരെ അടിച്ചു, പലർക്കും പരിക്കു പറ്റി, തിരിച്ചും അവിടുത്തെ വാച്ചർ ഉൾപ്പെടെ അടിച്ചു. അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ ബ്ലഡ് വന്നു. പിടിച്ചവിടെ തൂണെ കൊണ്ട് കെട്ടി. ഇന്നത്തെ ബാവ തിരുമേനി, അന്ന് സേവേറിയസ് തിരുമേനിയാണ്. രാവിലെ നമസ്കാരം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചു കെട്ടി എല്ലാവരോടും തിരുമേനിയുടെ മുമ്പിൽ കാണിച്ചു. തിരുമേനി എല്ലാവരെയും ശാസിച്ചിട്ട് മെസ്ഹാളിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ ആർത്തിയോട് അദ്ദേഹം ആഹാരം കഴിച്ചു. കോട്ടയത്ത് സമീപമുള്ള നവജീവൻ സ്ഥാപനത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടാക്കി. 2 മാസം കഴിഞ്ഞ് അവിടെ കാണാൻ ചെന്നപ്പോൾ ഈ മനുഷ്യനെ കാണുന്നില്ല. കാത്തിരുന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു വാഹനം കടന്നു വരുന്നു. അവിടുത്തെ MD-യോടൊപ്പം തന്നെ ഇദ്ദേഹം വാഹനം ഓടിച്ചു വരിക. വികൃതമായ രൂപം മാറി, ദീക്ഷ ക്ലീനാക്കി. അദ്ദേഹത്തിൻ്റെ 2 മാസം കൊണ്ട് വന്ന ചേഞ്ച് ഞാൻ ആലോചിക്കുക. മറക്കരുത്, നമ്മുടെ കരം കൊണ്ട് തകർക്കാൻ ആരെയും പറ്റും, കുത്താൻ ആരെയും പറ്റും, മുറിവേൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഉപദ്യാവ് 1:12 പറഞ്ഞത്, നിന്റെ സഹോദരന്റെ അനർത്ഥം നിന്റെ അനർത്ഥമാണ്, നീ അത് കണ്ട് രസിക്കരുത്. തള്ളിക്കളഞ്ഞ കല്ലുകൾ മൂലക്കല്ലുകളായി മാറാം. യേശു നമ്പരാൻ ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ ശ്രദ്ധിച്ച് എന്താ, നീ കളയുന്ന വേസ്റ്റ് പറക്കിയെടുക്കണം. കൊട്ടയിലും വട്ടിയിലും നീ കളയുന്ന എച്ചിലാണ്, നീ കളയുന്ന വേസ്റ്റാണ് അനേകർക്ക് ഫീസ്റ്റ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്, ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. പിന്നെ പറയുന്നുണ്ട് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. എന്താ ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം? തിരുവചനം പറയുന്നു, മകനെ മകളെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഒരിക്കലും ആരോടും പിണങ്ങാതിരിക്കുന്നതാണ് നല്ലത്. മറിച്ച് പിണക്കമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരാളോട് വിദ്വേഷമുണ്ടെങ്കിൽ അത് മുഖത്ത് തന്നെ കാണിച്ചു തരും. പലപ്പോഴും ഇന്ന് പലരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആധുനിക കാലഘട്ടത്തിൽ ആരെയും ശരിക്കും പഠിക്കാൻ പറ്റില്ല. നമ്മളെ മുന്നിൽ നിന്ന് ചിരിക്കുകയും മാറി നിന്ന് കുത്തുകയും ചെയ്യുന്ന ധാരാളം പേർ ഈ സമൂഹത്തിലുണ്ട്. പണ്ടങ്ങനെയല്ല, മനുഷ്യൻ 2 വ്യക്തിത്വമേ ഉള്ളൂ. അവൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കും. സ്നേഹമാണെങ്കിൽ സ്നേഹം, വിദ്വേഷമാണെങ്കിൽ വിദ്വേഷം. ഇവിടെയാ ഈ കാലഘട്ടത്തിൽ ഈ കൊറോണ വന്നപ്പം ഞാൻ ആലോചിക്കുക, ആർക്കും ആരെ അച്ഛന്മാരെ പോലും കണ്ടാൽ മനസ്സിലാവില്ല. ഈ തൈലസഞ്ചി എടുത്ത് മുഖത്ത് പൊത്തിയാൽ ഇതാരാണ് എന്താണ്? നമ്മുടെ മൂക്ക് പൊത്തി, നമ്മുടെ പല്ല് പൊത്തി, നമ്മുടെ നാക്ക് പൊത്തി, നമ്മുടെ മുഖം പൊത്തി. എന്നാൽ റൂഷ്മ വരയ്ക്കാനുള്ള നിന്റെ നെറ്റി പൊത്തിയില്ല, കണ്ണുനീരൊഴുക്കാനുള്ള നിന്റെ കണ്ണു പൊത്തിയില്ല. നിനക്ക് അവസരങ്ങൾ തരിക മനുഷ്യനെ ദ്രോഹിക്കാനല്ല, നിന്റെ ഉള്ളിൽ ദുരുപായം നിരൂപിക്കരുത്. അതുകൊണ്ടാണ് ഹഡ്സൺ ടൈലർ പറയും, പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഒരു ദൈവഭക്തൻ ഉള്ളിൻ്റെ ഉള്ളിൽ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാലെടുത്ത് കുത്താവും. ചേർന്ന് മറ്റൊരു കാര്യം കൂടെ ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവമക്കളെ നമ്മളൊക്കെ തന്നെ വൈകിട്ട് പ്രാർത്ഥിക്കും. എന്നാൽ ഇന്ന് ഏതാണ്ട് ഒരു പകുതി കുടുംബത്തിലും പ്രഭാത പ്രാർത്ഥന മുടങ്ങിയിരിക്കുക. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മുടെ ഭവനം നശിക്കാനുള്ള മെയിൻ കാരണം
അതിരാവിലെ പ്രാർത്ഥന മുടങ്ങിയതാണ്. ചൈനയിലെ കൺഫ്യൂഷ്യസ് പറയുന്ന അതുകൊണ്ട്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കുടുംബം രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. പ്രായമുള്ള മാതാപിതാക്കൾ പറയുന്ന ഒരു കൊട്ടേഷൻ കൂടിയുണ്ട് നാടൻ ഭാഷയിൽ, കുഞ്ഞെ, കാലത്ത് കിടന്നുറങ്ങുന്നവൻ്റെ നേരത്ത് ഗുണം പിടിക്കില്ല. നിങ്ങൾ ഈ വർഷം ഇന്നു മുതൽ അടുത്ത വർഷം വരെ രാവിലെ എഴുന്നേറ്റ്, ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ്. എൻ്റെ വൈദിക ജീവിതത്തിലും പലപ്പോഴും നീണ്ട യാത്രകൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാവിലെ ഉഴപ്പിയെ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ ദിവസം സന്ധ്യ വരെ ഞാൻ അനുഭവിച്ച വേദനകൾ വളരെ വലുതാണ്. കാലം ചെയ്ത മാത്യുസ്തുതിയം ബാവാ തിരുമേനി സൂര്യ തേജസ് ആണെങ്കിൽ സൂര്യന് തുല്യമായൊരു സൂക്തം മലങ്കര സഭയ്ക്ക് ആ പിതാവ് പഠിപ്പിച്ച്, എന്ത്? നന്നായി പ്രാർത്ഥിക്കുന്നവൻ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവൻ നന്നായി പ്രാർത്ഥിക്കും. ഇത് നിസ്സാരപ്പെട്ട വരിയല്ല. നന്നായി പ്രാർത്ഥിക്കുന്നവൻ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവൻ നന്നായി പ്രാർത്ഥിക്കും. അനേക ഭവനങ്ങളിൽ രാവിലെ പ്രാർത്ഥനയില്ല. കുടുംബ തലമുറകളിൽ പാതിരാത്രി കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങി രാവിലെ പ്രഭാതം കഴിഞ്ഞ് 2 മണി 3 മണി വരെ കിടന്നുറങ്ങുന്ന കുടുംബങ്ങളാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹത്തിന് പകരം നിരാശയുടെ അന്ധകാരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഹഡ്സൺ ടൈലർ പറയുന്നുണ്ട്, നീ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥന കഴിഞ്ഞാൽ 3 ചോദ്യം ചോദിക്കണം. എൻ്റെ യേശുവേ, എൻ്റെ ഉള്ളിൽ ദുരുപായത്തിനായി വിട്ടുകൊടുക്കാതിരിക്കാൻ, 1, ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ, ഈ വഴി എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? 2, വെദർ ഇറ്റ് ഇസ് ലൂസ് മൈ ലൈഫ് ആൻഡ് സ്പിരിറ്റ്, ഈ വഴിയിലൂടെ എൻ്റെ ദൈവികത നഷ്ടപ്പെടുമോ? 3, വാട്ട് ഈസ് ഇറ്റ് എൻ, ഇതിൻ്റെ അവസാനം എന്താണ്? ഇത് മനസ്സിലാക്കാതെ പോയാൽ സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യം 2 ഇടത്ത് പറയുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ ഒരു വാക്യം സദൃശ്യവാക്യത്തിൽ 1 മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, സങ്കീർത്തനം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 14ഉം 53ഉം, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. പക്ഷേ സദൃശ്യവാക്യങ്ങളിൽ വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു വാക്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. There is a way which seems right to a man, but it end is the way to death. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. സദൃശ്യവാക്യം 14, 12, 16, 25. നമ്മൾ മറ്റുള്ളവർക്കായി ദുരുപായം ഉയർത്തിയാൽ പിന്നെ അടുത്തത് പറയുന്ന വെറുക്കുന്ന കാര്യങ്ങൾ ദോഷത്തിനായി ഓടുന്ന കാലുകളായിരിക്കും. അപ്പോൾ അക്കമിട്ട് നോക്കി, 1, ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ. പിന്നെ പറയാ ഫോഷ്ക് പറയുന്ന കള്ളസാക്ഷി. ഈ പട്ടംകൊട ശുശ്രൂഷയ്ക്ക് പള്ളിക്കൂദാശയ്ക്കും അടിവരയിട്ട് ചൊല്ലുന്ന സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. CP ചാണ്ടി സാറ് അത് മനോഹരമായിട്ട് അത് കവിതയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം OVBS ഞാൻ ആ പാട്ട് ക്രമീകരിക്കുകയും ചെയ്തു. നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ആശയങ്ങളും അത് പാട്ട് രീതിയിലായാലും സങ്കീർത്തനത്തിലായാലും അത് ക്രമീകരിച്ചിട്ടുണ്ട്. ആർനിവസിക്കും യാഹേ നിൻ ശിബിരത്തിൽ, ഏവൻ പാർക്കും നിർമ്മലമാ നിൻ മലയിൽ, അകളങ്കം നീതി പുലർത്തുന്നോ നിജ മനസാം നേരുര ചെയ്യുന്നോൻ, തന്നാവാൽ പൊളിവചനം ലവലേശം പറയാത്തോൻ. പിന്നെ പാടുക, തൻ കൂട്ടാളി ഉപകാരം ചെയ്യുന്നോൻ, മാനക്കേടാൽ സ്നേഹിതനെ താഴ്ത്താത്തോൻ, കശ്മലരെ കൈപ്പായി കരുതുന്നോൻ, സ്വാത്വികരെ ബഹുമാനിക്കുന്നോൻ, നഷ്ടം നേരിട്ടാലും സത്യത്തെ വെടിയാത്തോൻ, തൻ ദ്രവ്യം പലിശക്കേകാത്തോൻ, അപരാധം ചെയ്യാത്തോനെതിരായി കോഴയഹോ വാങ്ങാത്തോൻ, സുസ്ഥിരനായി നിലകൊള്ളും. പട്ടം കൂടെ പിന്നെയും പറയുന്നുണ്ട്, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊന്നും വിശുദ്ധന്മാർക്ക് പറ്റിയതല്ല. യേശുക്രിസ്തു കാണിച്ചു തന്നു നോക്കിയേ. ആരെയെങ്കിലും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് പരിഹസിച്ചിട്ടില്ലല്ലോ. ഇതാ മോശമായി ജീവിച്ച സ്ത്രീ വന്നു, അവളെ വിളിച്ചത്, മകളെ ഇനി അരുത്,
ചുങ്കക്കാരൻ അവനെ കണ്ടപ്പോൾ സഖായിയെ, ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടിയിരിക്കുന്നു. വലത്തുഭാഗത്തെ കള്ളൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ എക്സ്പ്ലനേഷൻ ഒന്നും പോയില്ല. നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നമുക്ക് ദൈവം തന്ന വളരെ ചുരുങ്ങിയ ഒരു ആയുസാണിത്. ഈ ആയുസിൽ ദൈവമക്കളെ ഒരിക്കലും ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്, അമ്പുകൾ കൊണ്ടുള്ള വ്രണം കാലത്താൽ നികത്തിയിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പാദവം തളിർത്തിയിടും, കാട്ടുതീ വെന്താൽ വനം പിന്നെയും കിളിർത്തിയിടും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകം പൊട്ട് പുണ്ണായാൽ പിന്നത് പൂർണ്ണമായി ശമിക്കില്ല, ഒട്ടുനാൾ കഴിഞ്ഞാലും അമ്പുകൾ കൊണ്ട് വ്രണമുണ്ടെങ്കിൽ അത് കരിയും, കൊമ്പുകൾ കണ്ടിച്ചാൽ പാദവം തളിർക്കും, കാട്ടുതീ വെന്താൽ വനം പിന്നെയും കിളിർക്കും, കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകമ്പൊത്ത് പുണ്ണായാൽ പിന്നത് പൂർണ്ണമായി ശമിക്കില്ല, ഒട്ടുനാൾ കഴിഞ്ഞാലും. ഇതാണ് ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി. അവസാനം പറയുന്നുണ്ട്, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരമ്മ പെറ്റ മക്കൾ തമ്മിൽ ഒരൽപ്പം വസ്തുവിന് വേണ്ടി, ഒരൽപ്പം പണത്തിന് വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നവരെ എനിക്കറിയാം. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താ? ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓപ്പോസിറ്റ് പറഞ്ഞേ, കടക്കാരോട് ക്ഷമിക്കാത്തത് കൊണ്ട് കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കരുത്. നീ ബലിപീഠത്തിലേക്ക് കടന്നു വരുമ്പം നിന്റെ സഹോദരന് എന്തെങ്കിലും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ പോയി നിരപ്പാകണം. യെശയ്യാവ് 1:15 പറയുന്നുണ്ട്, നീ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിനെ അടച്ചു കളയും, നിന്റെ മനസ്സ് അശുദ്ധമാണ്, നിന്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓർക്കുക, രാത്രി യാമങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് യോഗപരമായി ഒന്നും ഇരിക്കണ്ട. 4-ാം സങ്കീർത്തനവും സൂത്താറയും ചൊല്ലി സ്വസ്ഥമായി കട്ടിലയിൽ ഇരുന്നിട്ട്, ദൈവമേ ഞാൻ എന്തിനാണ് പിണങ്ങിയിരിക്കുന്നത്? ആരോടാണ്? അതുപോലെ ചിന്തിക്കണം. ഒരമ്മ പെറ്റ മക്കൾ തമ്മിൽ പിണങ്ങിയിരുന്നാൽ നാളെ നിനക്കൊരു വേദന വരുമ്പോൾ അവനെ കാണുകയുള്ളൂ, വേറെ ആരും കാണുകയില്ല. ഇത് പിശാചാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ഇപ്പം പലപ്പോഴും ലൗകികമായ ജീവിതത്തിൽ സഹോദര ബന്ധങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഒരുപാട് വിശുദ്ധ തീർത്ഥാടനങ്ങൾ നടക്കുക. ഇപ്പോൾ ഒരുപാട് പേർ പണം കയ്യിൽ വന്നാൽ ഉടനെ തീർത്ഥയാത്രയ്ക്കാണ്. പ്രത്യേകിച്ച് യെരുശലേമിൽ ഒരു കുടുംബത്തിൻ്റെ കുടുംബപരമായ ഒരു തീർത്ഥയാത്ര അടുത്തിടെ ഗൗതമസ് അച്ഛൻ പറഞ്ഞ് ഞാൻ ആലോചിക്കുകയായിരുന്നു. ചേട്ടനും ചേട്ടത്തിയും അനിയനും അനുജത്തിയും കുടുംബമായി എല്ലാവരും കൂടെ യെരുശലേമിലേക്ക് പോയി. എപ്പിഫാനൂസ് തിരുമേനിയോട് ഒരിക്കൽ കൊല്ലം അരമനയിൽ ഇരുന്നപ്പോൾ ആരോ പറഞ്ഞു, തിരുമേനി ഭദ്രാസനത്തിലെ വൈദികരെല്ലാം കൂടി ഒരു യെരുശലേം യാത്ര. തിരുമേനി പറഞ്ഞ വരി ഞാൻ ഇപ്പോഴും ഈ പെരുന്നാളായതുകൊണ്ട് ഓർക്കുക. യെരുശലേം യാത്ര നമ്മൾ യാത്ര ചെയ്ത് വിശുദ്ധ നാട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഇരിക്കുന്നതോട് അങ്ങ് വിശുദ്ധമാക്കാൻ. ഒരുപാട് യാത്രകൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ദൈവം നിനക്ക് തന്ന ഭവനം, ഭാര്യ, ഭർത്താവ്, മക്കൾ, ആ സഹോദര ബന്ധങ്ങൾ വിശുദ്ധമാക്കി തീർക്കണം. ഇതാ ഒരു കുടുംബം യാത്ര ചെയ്ത് വിശുദ്ധ നാട്ടിൽ പോയി. ചാവുകടലിലൂടെയും മർക്കോസിന്റെ മാളികയിലൂടെയും ഇങ്ങനെ വള്ളത്തിലൂടെ ഒക്കെ പോകുമ്പം അക്കരേക്കട പോകും, ഇക്കരേക്കട പോകും, പാട്ടുപാടി പോകുകയാണ്. പാട്ടുപാടി അവസാനം 2 ദിവസം കഴിഞ്ഞു. പ്രഭാത ഭക്ഷണത്തിനായപ്പം ജ്യേഷ്ഠത്തെയും അനീജത്തെയും മിണ്ടിയിട്ട് ഏതാണ്ട് ഒരു 12-13 കൊല്ലമായി യെരുശലേമിൽ പോയിരിക്കുക. അവസാനം അനുജത്തിക്ക് ഒരു കുറ്റബോധം, എന്തായാലും യെരുശലേമിൽ വരെ വന്നതല്ലേ, പോയി ഒന്ന് മിണ്ടിയേക്കാം. നേരെ കസേര എടുത്തുകൊണ്ട് ഇതാ ജ്യേഷ്ഠത്തിയുടെ അടുത്തോട്ട് ചെല്ലാനും ജ്യേഷ്ഠത്തി കസേര എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഇതാണ് യെരുശലേം യാത്രയുടെ പ്രത്യേകത. ഓർക്കണം, ദൈവം തന്ന സഹോദരനെയും ദൈവം തന്ന സ്നേഹിതനെ, കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്ത ഒരുത്തനും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. എന്താണ് വീടിൻ്റെ അർത്ഥം? വീടെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിട്ടുകളയാനുള്ളതെന്ന. ഇതാണ് വൈദികരുടെ ശവസംസ്കാരത്തിന് വ്യക്തമായി വഴിത്താരയിലൂടെ പാടുന്നത്. നശ്വരമായ വീടേ നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ചത്? നശ്വരമായ വീടേ നീ എന്തിനാണ് എന്നെ മോഹിപ്പിച്ച ദൈവമക്കളെ. അതുകൊണ്ട് ദൈവം തന്ന സൗഹൃദങ്ങളെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര ശുഭവും. അതുകൊണ്ട് ഈ ദാവീദിനെ പോലെ ധനുർഗീതം പാടുവാൻ ഉപേക്ഷിക്കാം. നമുക്ക് 7 കാര്യങ്ങൾ: ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഇനി ധനുഗീതം പാടാൻ 7 കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പം പരിശുദ്ധ കുർബാനയിലൂടെ 7 ധൈര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പലരും പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കുർബാനയും ബൈബിളും തമ്മിൽ ബന്ധമില്ലെന്ന്. ആര് പറഞ്ഞു? ശരിക്കും പഠിച്ചാൽ യേശുക്രിസ്തു നമുക്ക് തരുന്ന 7 അയാംസ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ഞാൻ ഏത് സബ്ജക്റ്റിൽ ഇത് പറയുന്നത്,
അനേകർ നമ്മുടെ സഭ വിട്ട് ഇപ്പം അടുത്തിടെയായിട്ട് ആരും പോകുന്നില്ല. ഒരുപാട് പേർ ഈ സഭയെ തെറ്റിക്കുന്നുണ്ട്. ഓർക്കണം ദൈവമക്കളെ, കുർബാനയും ബൈബിളും തമ്മിലുള്ള ബന്ധം ശരിക്കും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ബൈബിളിനെ ഒരിക്കലും മുറിവാക്യമായിട്ടെടുത്ത് വ്യാഖ്യാനിക്കരുത്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ, കൊട്ടാരക്കരയിൽ അടുത്തിടയ്ക്ക് പൂട്ടിയ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇതിൻ്റെ പേര് മണ്ണിൽ ഹോസ്പിറ്റൽ എന്ന്. പലപ്പോഴും ഇപ്പം അത് പൂട്ടിക്കിടക്കുകയാണ്. പണ്ട് ഏതാണ്ട് 16 വർഷം മുമ്പ് ഞാൻ അവിടെ 2 ദിവസം സുഖമില്ലാതെ കടന്നു. അന്ന് പട്ടാഴിപ്പള്ളിയിൽ ഇരിക്കുമ്പോഴാണ്. അപ്പം പട്ടാഴിപ്പള്ളിയിൽ പകരം അച്ഛൻ പത്തനംതിട്ടക്കാരാണ് വിവാഹ നിശ്ചയത്തിന് വന്നതും. ഉടനെ വിവാഹ നിശ്ചയത്തിന് കടന്നു വന്നപ്പം അവർ തിരക്കി വികാരി അച്ഛൻ എവിടെ പോയെന്ന്. ഉടനെ എല്ലാവരും കൂടെ പറഞ്ഞു, അച്ഛൻ സുഖമില്ലാതെ മണ്ണിൽ കിടക്കുവാണ്. എവിടെ കിടക്കുന്നത്? മണ്ണിൽ കിടക്കുക. ഇതിൻ്റെ അർത്ഥം ആർക്കറിയാം? കൊട്ടാരക്കരക്കാർക്കറിയാം. പത്തനംതിട്ടക്കാർ ധരിച്ചത് ഈ മണ്ണിൽ കിടക്കുന്ന തലയ്ക്ക് സുഖമില്ലാത്തവരാ. ഇതുപോലെയാണ് ബൈബിൾ വ്യാഖ്യാനിച്ചാൽ മുറിവാക്യം എടുത്ത് വ്യാഖ്യാനിക്കരുത്. അങ്ങനെയാണെങ്കിൽ എത്ര വിരുദ്ധതയുണ്ട് ബൈബിളിൽ. യേശു പറഞ്ഞു, ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബൈബിളിലാ. പൗലോസ്ലീഹ പറഞ്ഞു, എപ്പോഴും സന്തോഷത്തോടെ ഇരിപ്പീൻ. യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു തന്നെ പറഞ്ഞു, സമാധാനമല്ല ഞാൻ വാളത്രേ എടുക്കാൻ വന്നിരിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെ കോണ്ടക്സ്റ്റ് ഉണ്ട്. സെമിനാരി ഞങ്ങളെ ഒരിക്കലും ബൈബിളല്ല പഠിപ്പിക്കുന്നത്. ഇത് എന്തിനെഴുതി, ഏത് പശ്ചാത്തലം, ആരോട് പറഞ്ഞു, ഇതൊന്നും മനസ്സിലാക്കാതെ മുറിവാക്യം എടുത്ത് പല സഭകളുടെ പുറകാലെ പോയി റോഡിൻ്റെ സൈഡിൽ ടാർപ്പ കെട്ടിയിരുന്ന് നിരങ്ങുന്നവരെ നിങ്ങൾ ഈ വാക്യം മറക്കരുത്. അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളണം. നമുക്കറിയാം, പണ്ട് കുരിശിനെ കുറ്റം പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം കുരിശിട്ടു. പള്ളിയെ കുറ്റം പറഞ്ഞിട്ട് 112 പള്ളി ഇന്ത്യയിൽ വെച്ചു. തിരുമേനിമാരെ കളിയാക്കിയിട്ട് സ്വന്തമായിട്ട് തിരുമേനിയായി. അച്ഛന്മാരെ കളിയാക്കിയിട്ട് അച്ഛന്മാരും ആക്കി ഇപ്പം തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്. മറക്കരുത്, ഇത് രക്തം കൊണ്ട് വാങ്ങിയ സഭയാണ്. ഇതിനെ ആര് തൊട്ട് കളിച്ചിട്ടുണ്ടോ? രക്തത്താൽ ഞാൻ വാങ്ങിയ ഒരു സഭയാണ് ഇതെങ്കിലും ഇതിൽ അടിയുറച്ച് നിന്നാൽ കഴുത്ത് വെട്ടിയാൽ സഭ വിട്ടു പോകില്ല, യാതൊരു ഡൗട്ടുമില്ല. എൻ്റെ തന്നെ ജീവിതത്തിൽ ദൈവശാസ്ത്രം ഇപ്പോഴും അല്പാൽപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ 2 മക്കളിൽ ആദ്യ കുഞ്ഞ് കുർബാന ചൊല്ലുമ്പോഴാണ് ജനിക്കുന്നത്. എനിക്കിതിനേക്കാൾ വലിയൊരു ദൈവികമായ അനുഭവമില്ല. ഈ സഭയിൽ ഉറച്ചു നിന്നാൽ, ദൈവമക്കളെ, ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അത് ദൈവീയമായ സ്പർശനമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിലൂടെ നമുക്ക് തരുന്ന 7 ധൈര്യങ്ങളുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് കുർബാനയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. 1, ഞാൻ ലോകത്തിൻ്റെ പ്രകാശം. 2, ഞാൻ നല്ല ഇടയൻ. 3, സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. 4, ഞാൻ വാതിലാകുന്നു. 5, വഴി സത്യവും ജീവനുമാകുന്നു. 6, ജീവന്റെ അപ്പമാകുന്നു. 7, പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഈ 7 അയാംസ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ കുർബാനയായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. 1, ഞാൻ ലോകത്തിൻ്റെ പ്രകാശം. നമ്മുടെ കുർബാന ആരംഭിക്കുമ്പോൾ വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു. 2, ഞാൻ നല്ല ഇടയനാകുന്നു. വൈദികർ മാസത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലുന്ന സെതറയാണ്, തൻ്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായി ഉള്ളവേ നിനക്ക് സ്തുതി, ഭൂമിയിലെ മൺകട്ടയായ എന്നെ. ഇനി കുർബാനയുടെ അവസാനം പാടുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു. 3, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. അത് കുർബാനയിൽ ഏവൻഗേലിയോന് ശേഷം പാടുന്നുണ്ട്, യജമാനൻ വരുമെന്നേരത്ത്. 4, ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻ വാതിൽ. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് അറിയാമോ? പലരും വന്ന് നമ്മളോട് ചോദിച്ചാൽ ബൈബിളും കുർബാനയായിട്ടുള്ള അടിസ്ഥാനം പലർക്കും അറിയില്ല. പറഞ്ഞു കൊടുക്കണം ഇത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശം, വെളിവ് നിറഞ്ഞ ഒരീശോ, ഞാൻ നല്ല ഇടയൻ, സദറയിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, യജമാനൻ വരുമെന്നേരത്ത്, ഞാൻ വാതിലാകുന്നു, അൻപടയോനെ നിൻ വാതിൽ, ഞാൻ വഴി സത്യവും ജീവനുമാകുന്നു. അത് വിശുദ്ധ കുർബാനയുടെ തുബ്ദേനികളിൽ ഏറ്റവും കൂടുതൽ രഹസ്യ പ്രാർത്ഥന വഴി സത്യവും ജീവനുമാണെന്നുള്ള അർത്ഥത്തിലാണ്. 6, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നമുക്കറിയാം, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിന് സഭയിലെ സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. 7, പുനരുദ്ധാനവും ജീവനുമാകുന്നു. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനം. നോക്കി, എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് പിതാക്കന്മാർ ഈ സഭയുടെ ക്രമീകരണങ്ങളിൽ യേശുക്രിസ്തു നമുക്ക് തരുന്ന 7 ധൈര്യങ്ങൾ, 7 അയാംസ് വളരെ വ്യക്തമായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുക. പക്ഷെ മറ്റൊരു കാര്യം മാത്രം, ഈ കുർബാന ഓർക്കണം, 13 ക്രമങ്ങൾ വൈദികർ മാറി മാറി ചൊല്ലുന്നുണ്ട്. ഈ കുർബാനയുടെ ഒരു വരികൾ പോലും അച്ഛനോ അച്ഛൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്ക് വേണ്ടി പേരെടുത്ത് ചൊല്ലുന്ന ഒരു സഭയല്ല ഇത്. അവസാനമായി ഒരു കാലം താഴോട്ട് വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു,
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമയത്ത് നമ്മൾ മറുപടി പറയുന്നത്, അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നല്ല, കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ കുർബാനയിലൂടെ, മാമോദീസായിലൂടെ, സഭയുടെ സാക്രമെന്റിൽ വിശ്വസിച്ച് ദൈവികമായി ധനുർഗീതം പാടാൻ ഓരോ കുർബാനയിലും കുമ്പസാരിച്ചിട്ട് 7 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. 7 ധൈര്യങ്ങൾ സാംശീകരിക്കണം. 7 കാര്യങ്ങൾ ഉപേക്ഷിച്ച് 7 ധൈര്യങ്ങൾ സാംശീകരിക്കുമ്പോൾ ദാവീദ് തന്നെ സങ്കീർത്തനത്തിലൂടെ 4 പ്രതിജ്ഞകൾ പറയുന്നുണ്ട്. ആ പ്രതിജ്ഞ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ധനുർഗീതം പാടാൻ ദാവീദ് രാജാവ് നമ്മളെ ദൈവികമായി പ്രബോധിപ്പിക്കുന്ന 4 പ്രതിജ്ഞകളുണ്ട്. അതിൽ ആദ്യത്തെ പ്രതിജ്ഞയാണ് വിശുദ്ധിയുടെ പ്രതിജ്ഞ. 23-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യം, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. മറക്കരുത്, നമ്മുടെ കാൽപാദങ്ങൾ മാത്രമല്ല, നമ്മുടെ കണ്ണുനീർ കൂടി പരിശുദ്ധ ദേവാലയത്തിൽ വീഴണം. ഈ ദേവാലയത്തിൻ്റെ ബലിപീഠമായി ബന്ധപ്പെട്ട് നിന്ന് ആരും തന്നെ, ഒരു കുടുംബം പോലും തകരില്ല. ഒരുപാട് പേരുടെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പള്ളിയോടടുത്താൽ ദൈവത്തോട് അകലുമെന്ന്. ഇതാരാ പറഞ്ഞേ? പള്ളിയോടടുത്താൽ ദൈവത്തോട് അകലില്ല. പള്ളിയോടടുത്താൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയുള്ളൂ. നിന്റെ സ്വാർത്ഥ ചിന്തകളോ നിന്റെ കാര്യസാധ്യങ്ങളോ മറ്റെന്തെങ്കിലും ചിന്തകളുമായിട്ട് പള്ളിയോട് അടുക്കുമ്പോൾ മാത്രമേ ദൈവത്തോട് അടുക്കുള്ളൂ. യഹോവയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നെന്ന ബോംബെയിൽ ഒരു കഷ്ടാനുപാഴ്ച നടത്താൻ പോയി. അവിടെ 10 ദിവസം ഏതാണ്ട് 55 വയസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കാലിന് സ്വാധീനമില്ലാത്ത ഒരു ഭാര്യ, 3 പെൺകുട്ടികൾ. ഇവർ എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിൽ കടന്നു വരുന്നത് ഏതാണ്ട് 20 കിലോമീറ്ററോളം ദൂരെ നിന്ന് വന്ന് രാത്രി നമസ്കാരം ഫുൾ ടൈം അവരവിടെ ഉണ്ട്. അതിനുശേഷം വീട്ടിൽ പോകില്ല. ഒരു കവറിൽ കുറേ ബ്രെഡും പഴവുമായിട്ട് വന്നിരിക്കുക. ഉച്ച നമസ്കാരം 45 മിനിറ്റ്. ഇട ടൈമിനെല്ലാം ഇവർ ഫാൻ തുടച്ചു കൊടുക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച ഫുൾ ടൈം അവിടെ നിന്ന് എല്ലാവർക്കും കഞ്ഞിയും കൊടുത്ത് സ്പൂണും ഗ്ലാസും കഴുകി വെച്ച് ഞാൻ ഉടനെ വികാരി അച്ഛനോട് ചോദിച്ചു, അച്ഛ ഈ വ്യക്തിത്വം ആരാണ്? അച്ഛൻ പറഞ്ഞു, അച്ഛ ലാസ്റ്റ് ഡേ അച്ഛൻ അവിടെയാണ് ഫുഡ്. ഞാൻ അദ്ദേഹത്തെ ശരിക്കും ശ്രദ്ധിച്ചു. ഈ 3 കുട്ടികളുടെയും ഫേസിൽ നല്ല തേജസ്സും. കാരണം ദേവാലയത്തിൽ ദൈവമക്കളെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് പേരെടുക്കാനല്ല പള്ളി. അറിയാമോ, ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് ഒരു പള്ളിയിൽ ആർക്കും സ്വാഗതം പോലും പറയില്ല, നന്ദി പറയില്ല. കാരണം പള്ളി അതിനുള്ളതല്ല. മൂറോൻ കൊണ്ട് കൂദാശ ചെയ്ത ദേവാലയങ്ങൾ നമ്മുടെ പേരിനും പെരുമയ്ക്കും ഇന്ന് മാറ്റിയതാണ്. നമ്മുടെ സഭയുടെയും കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കും ചേർന്ന് നമ്മൾ പഠിക്കുക. ഒരുപാട് പേരെടുക്കും തോറും അതുപോലെ തന്നെ തിരിച്ചടി നമുക്ക് വന്നുകൊണ്ടിരിക്കും. എൻ്റെ തന്നെ കഴിവതും പത്രത്തിൽ എങ്ങനെ പടം ഞാൻ വരാൻ ആഗ്രഹിക്കാറില്ല, അറിയാതെ കാണാൻ വന്നാൽ പിന്നീട് എന്തോ എൻ്റെ മനസ്സിൽ ഒരു ഉള്ളിലൊരു വിഷമമാണ്. OVBSൻ്റെ ഡയറക്ടറായപ്പം മനോരമ എഡിഷൻ എല്ലായിടവും പടം വന്നു. എൻ്റെ 3 സഹോദരങ്ങൾ, ഞങ്ങൾ ജ്യേഷ്ഠനിയന്മാർ, ഞങ്ങൾ 3 പേരാണ്. രണ്ടാമത്തെ ബ്രദർ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എല്ലാവരും വിളിച്ചു പറഞ്ഞത് എൻ്റെ സഹോദരൻ ഇങ്ങനെ ഡയറക്ടറായെന്ന്. അത് വിളിച്ചു പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2 വർഷം മുമ്പ് തിരുവോണത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൊട്ടാരക്കരയിൽ അദ്ദേഹം വാഹനം എടുത്തുകൊണ്ട് വന്നു, ബൈക്കിൽ. അവിടെ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണു, ലോകത്തോടെ യാത്ര പറഞ്ഞു. ആ പടം പത്രത്തിൽ വന്നപ്പോൾ എൻ്റെ പടത്തിൻ്റെ സന്തോഷം പോയില്ലേ? പ്രിയമുള്ളവരെ, പടം വരുന്നത് തെറ്റാണെന്നോ പടം വരണ്ടെന്നോ അല്ല. ഇന്നും ധാരാളം പേർ, ദൈവമേ എന്നെ ആരും അറിയരുത്, എൻ്റെ കണ്ണുനീർ ഈ ദേവാലയത്തിൽ വീണ് എൻ്റെ തലമുറയ്ക്ക് ദൈവകൃപ പ്രാപിപ്പാൻ കടന്നു വരുമ്പോഴും മ്ലേച്ഛമായ നീതികേടിലാൽ ഇന്നും എങ്ങനെയും പേരെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ദൈവമക്കളെ, നമ്മൾ പള്ളിയിൽ വരുന്നത് നമ്മൾ ഒരു പള്ളിയാകാനാ. ഇതാ വൃദ്ധനായ ശിമിയോൻ വർഷങ്ങളോളം പള്ളിയിലിരുന്നു. എന്തിനാ? ലോകരക്ഷകനെ എൻ്റെ കണ്ണും കൊണ്ട് കാണുമെന്നമേ ഞാൻ മരണം കാണുകയില്ല. അപ്രകാരം വരുന്ന വൃദ്ധനായ ശിമിയോന്റെ കൈകളിലേക്ക് യേശു തമ്പുരാൻ കടന്നു വന്നപ്പോൾ അന്ന് ചൊല്ലിയൊരു സൂക്തത്തിൻ്റെ വരികളാണ് ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്താൽ വിട്ടയക്കുന്നു. എൻ്റെ യേശുവിനെ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ മനസ്സുകൊണ്ടും സാംശീകരിക്കാൻ സാധിക്കുന്നെങ്കിൽ ഈ ധനുർഗീതം പാടേണ്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ആദ്യം എടുക്കേണ്ട പ്രതിജ്ഞയാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, വിശുദ്ധിയുടെ പ്രതിജ്ഞ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. രണ്ടാമത്തെ പ്രതിജ്ഞ ഇവിടുന്ന് സന്ധ്യയ്ക്ക് വായിച്ചു, എനിക്ക് തോന്നുന്നു ദൈവഹിതമായിട്ട് വായിച്ചതാകാം. അത് കടപ്പാടിൻ്റെ പ്രതിജ്ഞയാണ്. 34-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കടമനിട്ട രാമകൃഷ്ണന്റെ കുർത്തി എന്ന കവിതയിൽ ഒരു വരിയുണ്ട്,
നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇപ്പോഴും നമ്മുടെ പല ആൾക്കാർക്കും ദൈവം തന്ന നന്മകളെ, അതെന്തെങ്കിലും ജോലി കിട്ടുന്നതിലോ അല്ലെങ്കിൽ രോഗം മാറുന്നതിലോ ഗൾഫിൽ പോകുന്നു, അതൊന്നുമല്ല. മാവൂബിലെ പീലക്സിനോസ് പിതാവിൻ്റെ ഒരു പ്രാർത്ഥന കടപ്പാടിൻ്റെ ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അതാണ് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ കടപ്പാടിൽ ഒരു കാര്യം കൂടി ഞാൻ വിട്ടു പറയട്ടെ. എനിക്ക് ദൈവം തന്ന ഭാര്യ, എനിക്ക് ദൈവം തന്ന ഭർത്താവ്, ദൈവം തന്ന മക്കളോടുള്ള കടപ്പാട് അതൊരിക്കലും വിട്ടുപോകരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അമ്മയപ്പന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. 1 ജന്മം നൽകി, 2 9 മാസം നിന്നെ ഉദരത്തിൽ കൊണ്ടു നടന്നു. ഇത് രണ്ടും അമ്മയപ്പന്മാർ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. KM ജോർജൻ സെമിനാരിൽ പലപ്പോഴും പറയുന്നൊരു വരിയുണ്ട്, സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ലെന്ന്. നമ്മൾ എത്ര വളർന്നാലും സൂര്യനെ നോക്കി വളരുന്ന ചെടി സൂര്യൻ്റെ അടുത്ത് മുട്ടാറില്ല. ഞാനിത് പറയാനുള്ള കാരണം, കേരളത്തിൽ വൃദ്ധഭവനങ്ങൾ 62 കഴിഞ്ഞു. എവിടാ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? ദൈവം ജീവിതമായി തന്ന, സ്നേഹമായി കരുണയായി തന്ന മാതാപിതാക്കളെ കൊണ്ടുകളയുന്നവരെ ഓർക്കണം. ഈ നോയമ്പിന്റെ അവസാനം ദുഃഖവെള്ളിയാഴ്ച കാൽവറിയിൽ വേദനയോടെ കിടക്കുമ്പോഴും യേശു യോഹന്നാനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. ഇന്നിതാ അടയാളങ്ങളുടെ ആരംഭത്തിൽ ആ മാതാവ് പറഞ്ഞിട്ടാണ് ആ കൽപ്പാത്രങ്ങളിൽ വക്കോളം വെള്ളം നിറച്ച് ഇത് ദൈവികമായ വീഞ്ഞായി മാറിയത്. ദൈവമക്കളെ, കടപ്പാട് മറക്കരുത്. ദൈവം തന്ന ജീവശ്വാസം അവരെ വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ ജീവിത ബന്ധം നടക്കില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായി മറക്കും. ഈ കടപ്പാടിൽ മറ്റൊരു കാര്യം കൂടി, ദൈവം നമ്മുടെ ഭവനത്തിൽ തന്നിരിക്കുന്ന മക്കളെ ആയാലും മരുമക്കളെ ആയാലും, മരുമക്കൾ എന്ന വാക്കില്ല, അത് തമിഴ് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് മരുമകളാണ്, മരുമകനാണ്. എനിക്ക് ദൈവം തന്ന മരുമകനാണ്, ദൈവം തന്ന മരുമകളാണ്. പല ഭവനത്തിലും ഈ പ്രശ്നം നടക്കാനുള്ള കാരണം, വന്ന മക്കളെ തിരുക്കൂറിലെ കവിതയിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കട്ടെ, ജ്ഞാനിയുടെ മുഖത്തിനുണ്ട് കണ്ണും അജ്ഞാനിയുടെ മുഖത്തിനുണ്ട് പുണ്ണുമാണെന്ന് പറഞ്ഞ പോലെ, കുടുംബത്ത് വന്നു കയറുന്ന മകളെയായാലും മരുമകനെ ആയാലും മരുമകളെ ആയാലും സ്വന്തം മക്കളെ പോലെ കാണുവാൻ സാധിക്കണം. ഒരമ്മ പറഞ്ഞ സാക്ഷ്യമുണ്ട്, എനിക്ക് 2 മക്കൾ. എൻ്റെ മകൻ കല്യാണത്തിന് മുമ്പ് നല്ലവനായിരുന്നു, അവൻ എന്നാ സ്നേഹം, ദൈവത്തെയും ദേവാലയത്തെയും മാതാപിതാക്കളെ സ്നേഹിച്ചവനാ. കല്യാണം കഴിഞ്ഞതോടുകൂടി അവൻ്റെ സ്വഭാവം അങ്ങ് മാറി. അവൾ പറയുന്നതേ അവൻ കേൾക്കും. അവനാണ് രാവിലെ എഴുന്നേറ്റ് അവൾക്ക് ചായ ഇട്ട് കൊടുക്കുന്നത്, കടയിൽ കൊണ്ടുപോകുന്നത്, ബൈക്കിൽ കൊണ്ടുപോകുന്നത്. എന്നാ പെങ്കോന്തനാ. എന്നാൽ എൻ്റെ മകന് പരിമലത്തിന്മയുടെ മധ്യസ്ഥയാൽ നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടി. അല്ല, എൻ്റെ മകൾക്ക് പരിമലത്തിന്മയുടെ മധ്യസ്ഥയാൽ നല്ലൊരു മരുമകനെ കിട്ടി. അവൻ രാവിലെ എഴുന്നേറ്റ് കാപ്പിയിട്ട് കൊടുക്കും, ബൈക്കിൽ കൊണ്ടുപോകും, എല്ലാ കാര്യങ്ങളും. ദൈവമക്കളെ, ഇതല്ല നമ്മുടെ കാഴ്ചപ്പാട്. ഭവനത്തിൽ വരുന്ന മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും കടപ്പാട് പരസ്പരം സ്നേഹത്തോടിരുന്നാൽ ദൈവികമായ അനുഭവത്തിൽ മാത്രമല്ല. ആലോചിച്ച് നോക്കി, പണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റാൽ ഈ സൗകര്യങ്ങളൊന്നുമില്ല. ഗ്യാസ് ഇല്ല, സ്റ്റൗ ഇല്ല, ഇൻഡക്ഷൻ കുക്കറില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, 2 മുറി 3 മുറി, പൂട്ടില്ല, താക്കോലില്ല. എത്ര സ്നേഹമായിരുന്നു. 10 12 മക്കൾ, അതിൽ 10 പെൺമക്കൾ. ഏതപ്പനാണ് ഏതമ്മയാണ് സ്യൂസൈഡ് ചെയ്തിട്ടുള്ളത്? അവരൊരു കാര്യം അറിയാം, മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെല്ലാം നല്ല നിലയിൽ കെട്ടിച്ചു. മാത്രമല്ല, ഈ 12 മക്കൾ ഉണ്ടെങ്കിലും ആരെങ്കിലും അതിഥി വന്നാൽ 2 ദിവസം കൂടി ഇരുത്തിയിട്ട് അവരെ താമസിപ്പിച്ചിട്ട് വീണ്ടും പോകുന്ന അവസരത്തിൽ ചോദിക്കും, ഇനി എന്നാണ് വരുന്നത്? അതിഥി ദേവോ ഭവ, ഗുരു ദേവോ ഭവ, മാതാ ദേവോ ഭവ. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, അതിഥി സൽക്കാരം ആചരിപ്പീൻ. അടുത്തിടെ നോക്കി, ഏത് വീടെടുത്താലും 2 ഗസ്റ്റ് റൂം, 2 നില, 22 മുറി, 32 താക്കോല്. ഏത് ഗസ്റ്റാ വീട്ടിൽ വരുന്നത്? തിരുവല്ലയിൽ തന്നെ അടുത്തിടയ്ക്ക് ഒരു അച്ഛൻ പറയുമായിരുന്നു, വീടൂതാശയ്ക്ക് ശുശ്രൂഷക്കാരന് പ്രായമുള്ള ഒരു അപ്പച്ചന കുന്തിരിക്ക് വിട്ടുകൊടുത്തു. സെതറയുടെ സമയത്ത് കുന്തിരിക്ക് ഇട്ടുകൊടുത്ത് കുറെ കഴിഞ്ഞിട്ട് അപ്പച്ചനെ കാണുന്നില്ല. കാരണം റൂട്ട് തെറ്റി അയൽവക്കത്ത് നിന്നിറങ്ങി, കാരണം വഴിയറിയില്ല. അതുകൊണ്ട് അയ്യപ്പ പണിക്കർ പാടിയത്, നാടെവിടെ മക്കളെ വീടെവിടെ മക്കളെ, യന്ത്രം കറക്കുന്ന തന്ത്രം ജപിക്കുന്ന മന്ത്രിമാരരുളാത്ത കുടിലങ്കുലങ്ങളും ചുടിയാമ്പലാകാത്ത കാടിന്റെ പൂക്കളുടെ മാനം കെടുത്താത്ത കുരുടയുടെ വേദാന്ത പടുമൊഴികൾ ഓതാത്ത
തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത, കുതറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത, കരളുകൾ കരയാത്തവർ എൻ്റെ നാട്, എൻ്റെ നാട്, എൻ്റെ നാട്, എവിടെൻ്റെ മക്കളെ, കാബറ കോവളം ഉടന്തടി കഥകളി, മധുവിത് പൊന്മുടി പൊന്നു ബിസ്ക്കറ്റുകൾ, ഗൾഫ് കൊട്ടാരങ്ങൾ, കാണാത്തവർ എൻ്റെ നാട്, എൻ്റെ നാട്, എവിടെൻ്റെ മക്കൾ. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവമക്കളെ സമാധാനമില്ലാത്ത ഒരു ഭവനമാണ്. പൂർവിക മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ, പണ്ടത്തെ വീടുകൾ നോക്കി, കാറ്റത്ത് വീഴും, വെയിലത്ത് വെയിലടിക്കും, മഴയത്ത് ചോരും, എന്നാൽ ദീർഘായുസുണ്ടായിരുന്നു. 80, 90, 100, 110 വയസ്സാവാതെ ആരും ലോകം വിട്ടു പോയിട്ടില്ല. ഇന്ന് സ്ട്രോങ് ആയ വീട്, സ്ട്രോങ് ആയ ഫർണിച്ചറുകൾ 35, 40, 50 കഴിയുമ്പോഴേക്കും കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, വീടെന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിട്ടുകളയാനുള്ളതാണ്. ഈ ഭൂമിയിൽ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുസിൽ ഈ കടപ്പാട് പോകരുത്, കടപ്പാടിന്റെ പ്രതിജ്ഞ പോകരുത്. 2 കാര്യം കൂടി പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഈ ധനുർഗീതം പാടാൻ ആദ്യത്തെ പ്രതിജ്ഞ വിശുദ്ധിയുടെ പ്രതിജ്ഞ, 2 കടപ്പാടിന്റെ പ്രതിജ്ഞ, 3ാമത്തെ പ്രതിജ്ഞ നിഷ്ഠയുടെ പ്രതിജ്ഞയാണ്. 55 സങ്കീർത്തനം 16, 17 വാക്യം. എൻ്റെ യഹോവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ യഹോവ കേൾക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഈ പരിശുദ്ധ നൊയമ്പിൽ ഓർക്കണം, പിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് നമ്മൾ ഈ തിരുവചന മാഹാത്മ്യത്തോടെ പറയുന്നുണ്ട്, നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ. പ്രിയമുള്ളവരെ, നമ്മളെ ഈ സമൂഹത്തിൽ ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നത് ബൈബിൾ വായനയാണ്. നിഷ്ഠയായ പ്രാർത്ഥനയും നിരന്തരമായ ബൈബിൾ വായനയും മതി. ഒരു ജീവിതവും ബോറടിക്കില്ല. ഈ കൊറോണ വന്നപ്പം ധാരാളം പേര് പറഞ്ഞു ബോറടിക്കുന്നെന്ന്. ഞാൻ പറയട്ടെ, ബൈബിൾ ശക്തമായി വായിച്ചാൽ, വന്യനായ TJ ജോഷുവ അച്ഛൻ സെമിനാരിൽ 4 വർഷം പഠിച്ചിട്ട് 4 പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടില്ല, അത്ര ഭയമായിരുന്നു. പക്ഷേ ഷാലോൺ ടിവിയുമായി ബന്ധപ്പെട്ട ആ പ്രോഗ്രാം ചെയ്തതോടുകൂടി കഴിഞ്ഞ ആഴ്ചയിലും അച്ഛനെ ഞാൻ കണ്ടു. ഇപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച പോലും ഏകദേശം വ്യത്യാസമായി. ഇന്നത്തെ ചിന്താവിഷയം എഴുതുന്നില്ല. പക്ഷേ ആ മുഖത്ത് നോക്കിയാൽ 7 സർജറി കഴിഞ്ഞതാണ്, 3 ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞതാണ്, കൊച്ചമ്മ ആക്സിഡന്റിൽ മരിച്ചു. ഇപ്പോഴും ആ മുഖം കണ്ടാൽ, എൻ്റെ യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ ജീവന്റെ ബലം, ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയ ബൈബിൾ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മുഖത്തന്നെ തേജസ്. ഞാൻ നിങ്ങളുടെ ഡയറിയിലോ ബൈബിളിലോ എഴുതി ഒപ്പിട്ട് തരാം. ദൈവമക്കളെ, ബൈബിൾ വായന മാത്രം അത് ഒരിക്കലും കുറയ്ക്കരുത്. അത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. സദൃശവാക്യം 6:22, 23, കൽപ്പനയൊരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. കൽപ്പനയൊരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും. ഞാൻ രാഷ്ട്രീയം പറയല്ല, സഭ പറയല്ല. ഉമ്മൻചാണ്ടി സാർ ലോകത്തോടെ യാത്ര പറഞ്ഞപ്പോൾ കൊട്ടാരക്കര ടൗണിൽ ഇവിടെയുള്ള പലരും വന്നു. ദൈവമക്കളെ, പലരും ചൊല്ലിയ വരിയുണ്ട്. എന്താണെന്നറിയാമോ? മരിച്ചു കിടന്ന ഉമ്മൻചാണ്ടി സാറിനെ നോക്കി പറയുകയാണ്, ആര് പറഞ്ഞു മരിച്ചെന്ന്? ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ഞങ്ങളുടെ ഉള്ളിലെ റോസാപ്പൂവേ. കാരണമെന്ത്? അദ്ദേഹം എവിടെ പോകുമ്പോഴും, ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം കടന്നു വരുമ്പോഴും അടുത്തറിയാവുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, നിഷ്ഠയുള്ള പ്രാർത്ഥനയും നിരന്തരമായ ബൈബിളും. ആ സൂട്ട് കേസിൽ ആദ്യം എടുത്തു വെക്കുന്നത് ബൈബിളാണ്. ഇന്നും ആ പുതുപ്പള്ളി ചെന്നാൽ എത്രയോ മറ്റു മതസ്ഥരാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. ഓർക്കണം, തിരുവചനം നോക്കുന്ന ഭവനം, നിഷ്ഠയായി പ്രാർത്ഥിക്കുന്ന ഭവനം. എൻ്റെ യഹോവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ യഹോവ കേൾക്കും. ഞാൻ വൈകുന്നേരത്ത് കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, തിരുവചന മാഹാത്മ്യത്തിൽ നമ്മൾ രുചിപ്പെടണം. ഞാൻ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ മർത്തമറി സമാജത്തിൻ്റെ സെക്രട്ടറി ആ നെല്ലിക്കുന്നം പള്ളിയിൽ ഇരുന്നപ്പം 119 സങ്കീർത്തനം കാണാതെ പറഞ്ഞു. അത്ര എളുപ്പമല്ല, നമ്മളെല്ലാം അല്പം ഉഴപ്പി വിടുന്ന സങ്കീർത്തനമാണ് 119. ശരിക്കും വായിച്ചാൽ ഒരു 50 പ്രസംഗം അതിനകത്തുണ്ട്. വന്യനായ ജോഷുവാച്ചൻ വന്നപ്പം തൊട്ടു മുമ്പിൽ നിന്ന് ഈ 119 സങ്കീർത്തനം മുഴുവൻ ഈ മർത്തമറി സമാജ സെക്രട്ടറി കാണാതെ പറഞ്ഞു. ഞാനതുകൊണ്ട് ഈ വേദികളിലൊക്കെ പോകുമ്പം അന്ന് അച്ഛനെയും കണ്ട് 3 പുസ്തകവും എൻ്റെ വകയായിട്ട് ഒരു 1100 രൂപയും കൊടുത്തു. അതുകൊണ്ട് പോകുന്ന പള്ളിയിലൊക്കെ ഞാൻ പറയും, ആരെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ 119 സങ്കീർത്തനം കാണാതെ പറയാമെങ്കിൽ 1100 രൂപ, പണത്തിൻ്റെ അല്ല. ഇങ്ങനെ പലരോടും ഞാൻ പറഞ്ഞിട്ട് പോരുന്നു. അപ്പോൾ ഒരു പള്ളി ചെന്നപ്പം ഒരു പയ്യൻ പറയാം, പകുതി പറഞ്ഞ 500 രൂപ തരാമോ? പ്രിയമുള്ളവരെ, പൈസയുടെ കണക്കല്ല, ബൈബിൾ ശരിക്കും പഠിക്കണം. ഞാൻ ഇപ്പം ഏകദേശം ഈ ബൈബിൾ കൈയെടുത്ത് പറയാം. അച്ഛനായി പുറത്തിറങ്ങിയപ്പം
പ്രഭാഷണത്തിൽ ഉൾപ്പെടെ കുറേ വാക്യങ്ങൾ കാണാതെ പഠിച്ച് പിന്നെ എനിക്ക് എന്തോ അറിയാമെന്നുള്ള ധാരണ കുറേ ഉഴപ്പി. അന്നെല്ലാം തിരിച്ചടി വന്നിട്ടുണ്ട്. ഇന്ന് ഏകദേശം 1000 വാക്യങ്ങൾക്കകം എനിക്ക് കാണാതെ അറിയാം. ഇനി ഒരു 1000 കൂടി പഠിക്കണം. കാരണം എന്നെ പവറുള്ള വാക്യങ്ങൾ ബൈബിളിൽ കിടപ്പണമെന്നറിയാമോ? ആ നിഷ്ഠയോടെ പഠിക്കുമ്പം അടുത്തിടയ്ക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്ത 2 വാക്യങ്ങളുണ്ട്. യെശയ്യാവ് 40:12 തൻ്റെ ഉള്ളം കൈയിൽ വെള്ളമെടുക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം അളക്കുകയും ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ വെള്ളി തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അവനാണ് ദൈവം. സദൃശവാക്യം 30:4 സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങിയവനാർ? ആഴിയെ തൻ്റെ പൂഴി കൊണ്ട് വേർതിരിച്ചവനാർ? വെള്ളത്തെ തൻ്റെ വസ്ത്രത്താൽ പിടിച്ചു കെട്ടിയവനാർ? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത്? നിനക്കറിയാമോ? ഇങ്ങനെ ബലപ്പെടുത്തുന്ന വാക്യങ്ങൾ വായിച്ചാൽ മതി. ഭൂമിയിൽ ആർക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. വചനം നമ്മുടെ കൂടെ ഇരിക്കണം. തിരുവചനം നമ്മുടെ മാഹാത്മ്യമായിരിക്കണം. അത് നമ്മുടെ നിഷ്ഠയായിരിക്കണം, നിഷ്ഠയുടെ പ്രതിജ്ഞ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ധനുഗീതം പാടാൻ ദാവീദ് നമ്മളോട് പറയുന്ന 4ാമത്തെ പ്രതിജ്ഞയാണ് ത്യാഗത്തിൻ്റെ പ്രതിജ്ഞ. 119 സങ്കീർത്തനം 62 വാക്യം, നിന്റെ നീതിയുള്ള വിധികളെ സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ചേർന്ന് 2 വാക്യം കൂടി ഓർത്തിരിക്കുക. എബ്രായർ 12:5 2 തിമോത്തിയോസ് 3:12. എബ്രായർ പറയുന്നുണ്ട്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ തല്ലുമ്പോൾ മുഷിയരുത്. ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും. പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന കിരീടം സമാധാനമായി ലഭിക്കും. 2 തിമോത്തിയോസ് 3:12. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ഇതൊരിക്കലും എൻ്റെ പ്രസംഗം മറന്നാലും നിങ്ങൾ ആരും ഈ വാക്യം മറക്കരുത്. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്ന നാൾ മുതൽ ധാരാളം പ്രയാസങ്ങൾ വരും. പക്ഷെ ഓർക്കണം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ രോമം പോലും കൊഴിഞ്ഞു പോകില്ല. ഇത് കുടുംബജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി പ്രബോധനം ഞാൻ അവസാനിപ്പിക്കാം. ദൈവമക്കളെ, വിവാഹ കൂദാശയും ഈ ത്യാഗത്തിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ തിങ്കളാഴ്ചയാണെങ്കിലും അന്ന് കുർബാന അർപ്പിക്കും. പണ്ട് കാലങ്ങൾ തിങ്കളാഴ്ച ദിവസമാണെങ്കിലും കുർബാന അർപ്പിച്ച് മാത്രമേ വിവാഹ കൂദാശ നടത്തുകയുള്ളൂ. കുർബാന അർപ്പിച്ചിട്ട് മണവാളൻ കുർബാനയും കൊണ്ട് ഭവനത്തിൽ പോകും. 10 മണിയാവും മണവാട്ടി വന്നിരിക്കും. 10:20 വെള്ളയുടുപ്പും വെള്ളമുണ്ടും കുരിശുമാല ഇട്ടുകൊണ്ട് മണവാളൻ കയറി വന്ന് ആ ദേവാലയത്തിൽ ശ്രേഷ്ഠമായി പാട്ടുകളൊക്കെ പാടി നടത്തിയ വിവാഹ കൂദാശ ഇന്ന് ഒരുപാട് മാറിപ്പോയി. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ഇപ്പം കുർബാന ഞായറാഴ്ച കൊണ്ടാലും കുഴപ്പമില്ല. പക്ഷെ ആ ഒരുക്കം മറക്കരുത്. പലപ്പോഴും പല ദേവാലയത്തിനെയും കണ്ടിട്ടുള്ളത് എന്ന ബഹളമാണ് അവിടെ നടക്കുന്നത്. ഇതെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? രാവിലെ അച്ഛനൊരു വെള്ളം പോലും കുടിക്കാതെ കാത്തിരുന്ന് 10:30, 11, 11:30 മണിയാകുമ്പം സിനിമാസ്കോപ്പ് മോഡൽ വന്നിറങ്ങിയാണ്. മണവാളനേതാ, മണവാട്ടിയേതാ, അമ്മായിമ്മയേതാ, അമ്മായിപ്പനേതാ? ഈ മണവാട്ടിയേക്കാളും ഒരുങ്ങുന്ന മണവാട്ടിയുടെ അമ്മയാണ്. 1.5 കിലോ പെയിന്റ് തച്ചിനിട്ടങ്ങ് പിടിപ്പിക്കുക. ഇനി കയറി വരുന്ന രംഗം കണ്ട് ഞാൻ ചോദിക്കട്ടെ, ഭാവിക്കുന്നതിന് മീതെ ഭാവിക്കരുത്. ഇനി കയറി വരുന്ന രംഗം കണ്ടാലോ? മുസ്ലിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളെ നോക്കി നിലത്തിലയിട്ട് എത്ര വിനയത്തോടാണ് അവർ നോക്കുന്നത്. ഈ പണമെല്ലാം നമ്മുടെ കയ്യിലേക്ക് ഇട്ട് എന്തിനാണ് ഈ ദൂർത്തടിക്കുന്നത്? വിവാഹ കുദാശയ്ക്ക് മുമ്പ് ഇന്നുണ്ടാക്കിയിരിക്കുകയാണ് സേവ് ദ ഡേറ്റ്. ഇതാ മറക്കരുത്. ഈ ദേവാലയത്തിൽ മോതിരം വാഴ്വ് കഴിഞ്ഞാൽ പൂർത്തീകരിക്കുന്നില്ല. കിരീടം വാഴുവിന് ശേഷം മണവാളന്റെ മണവാട്ടിയുടെയും കൈപിടിച്ച് യോജിപ്പിച്ചിട്ട് 5 വരി പറയുന്നുണ്ട്. മക്കളെ എന്ന് വിളിക്കുന്ന അവിടെ മാത്രമേ ഉള്ളൂ. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു. നിങ്ങൾ നിൽക്കുന്ന നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. കുഞ്ഞെ, നീ ത്രോണോസിനെ മറക്കരുത്, സ്ലീബായെ മറക്കരുത്, കുരിശിനെയും സ്ലീബായെയും മറക്കരുത്, ഏവൻഗേലിയോൻ മറക്കരുത്, ഈ ജനത്തെ മറക്കരുത്, ഉടയതമ്പുരാനെ നീ മറക്കരുത്. അങ്ങനെ ആ ദൈവികമായ ബോധ്യത്തോട് വിവാഹകൂദാശ നടത്തുന്നതിന് മുമ്പ് ബെർമൂഡ ഇട്ടുകൊണ്ട് വീഗാലാൻഡിലും ജേഴ്സി ഇട്ടുകൊണ്ട് കോവളം കടപ്പുറത്തും കറന്നിട്ട് ഈ കാപ്പായിട്ട് അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. ഇത് രഹസ്യമാണ്. ഈ സഭ നമുക്കിന്ന് തുയോവകയുടെ രഹസ്യങ്ങൾ മറന്നുപോയിട്ട് കോപ്രായങ്ങൾ കാണിച്ചാൽ, കോട്ടയത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്കറിയാം, എല്ലാ ദിവസവും ഡിവോഴ്സിന് ഒപ്പിട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ തുള്ളിച്ചാടാനുള്ളതല്ല ദൈവമക്കളെ. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുക. നല്ല ധനികനായ നമ്മുടെ സഭയിലൊരു മനുഷ്യൻ പരുമേലയിൽ അടുത്തിടയ്ക്ക് ഒരു കല്യാണം നടത്തി. അദ്ദേഹം അന്ന് തന്നെ 10 കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തി. അദ്ദേഹം പറച്ച അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് തന്ന പണം ദൂർത്തടിക്കാനുള്ളതല്ല, ദൈവികമായി മാത്രമല്ല, അതിനോട് ചേർന്ന് മനസ്സിലാക്കണം, കുടുംബജീവിതം ഭദ്രമായി തീരാൻ കുർബാനയോടും പള്ളിയോടുമുള്ള ദൈവികമായ ആ എരിവ് കളയരുത്. നമ്മുടെ നോമ്പിലൊരു പാട്ടുണ്ടല്ലോ,
വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം. പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം. കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം. പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം. കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ, പള്ളിയിൽ ക്ലോക്ക് വേണ്ട, മണിയാണ് ക്ലോക്ക്. പെട്ടെന്ന് പള്ളിയിൽ വരണം. കാലം ചെയ്ത് ഔഗൻ ബാവ പറയും, മക്കളെ എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. ഇതായിരിക്കണം നിന്റെ പള്ളിയുടെ തീരുമാനം. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കുക. ദൈവമക്കളെ, കുടുംബജീവിതം ധന്യമായിട്ടുണ്ടെങ്കിൽ അവർ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടവരായി. എനിക്കിപ്പോഴും അറിയാം, അച്ഛനായിട്ട് ഏതാണ്ട് 26 വർഷം കഴിഞ്ഞു. ഇന്ന് വരെയും ഞാൻ 14 പള്ളിയിൽ ഇരുന്നതിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം തകർന്നിട്ടില്ല, തകരത്തുമില്ല. ഇപ്പോഴും എത്ര പണം കൂടിയാലും സൗകര്യം കൂടിയാലും രാവിലെ തന്നെ, ഇപ്പം ഞാൻ എളമ്പപ്പള്ളിയിൽ ഇരിക്കുക, രാവിലെ ഏകദേശം ഒരു 60 പേരോളം രാവിലെ എത്തും. ഞാൻ ഫുൾ ആളിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. എന്നെ ഇവിടെ തന്നെ ഇരുന്നുമ്പോൾ അറിയാം, ഏതാണ്ട് 300 പേരോളം സന്ധ്യാനമസ്കാരത്തിന് വന്നിട്ടുണ്ട്. ദൈവമക്കളെ, പള്ളി വിടരുത്. പക്ഷെ തിരിച്ച് ചിലരെ അറിയാം, പണം കൂടി സൗകര്യം കൂടി 10 മണിക്ക് കുർബാന തീരും, 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പറയുന്നത് ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെന്ന്. ഇവിടെ തമ്പുരാ സുഖമല്ലാതെ നടക്കുമെന്നു. പള്ളിയിൽ ആരും കയറാൻ വരരുത്, എൻ്റെ യഹോവയുടെ ആലയത്തോട്ട് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവഭക്തരാണ്. എൻ്റെ സഭയുടെ വിശ്വാസം വിട്ട് ഞാനൊരു വേദി പോകാറില്ല, സഭയുടെ വിശ്വാസം വിട്ട് ഒരു പ്രബോധനം നടത്താറില്ല. അത്ര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ സഭയെ, അത്ര വിശ്വാസമാണ് എൻ്റെ സഭയെ. നമുക്ക് ധനുഗീതം പാടാം. 2 ശമൂവേൽ 1:20. ഗത്തിൽ പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പാടരുത്, ഫെലിസ്ത്യ കന്യകമാർ രസിക്കരുത്. 7 കാര്യങ്ങൾ ഉപേക്ഷിക്കണം: ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിനായി ഓടുന്ന കാലുകൾ, ഫോഷ്കു പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. ഈ പരിശുദ്ധ നോയമ്പിൽ നമ്മൾ ഈ 7 കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ 7 ധൈര്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ തരുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശം, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, ഞാൻ വാതിലാകുന്നു, വഴി സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു. ഇത് കുർബാനയായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. 7 കാര്യങ്ങൾ ഉപേക്ഷിച്ച് 7 ധൈര്യങ്ങൾ സാംശീകരിക്കുമ്പോൾ ദാവീദ് ധനുഗീതം പാടാൻ 4 പ്രതിജ്ഞ കൂടി പറയുന്നുണ്ട്. 1, വിശുദ്ധിയുടെ പ്രതിജ്ഞ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 2, കടപ്പാടിന്റെ പ്രതിജ്ഞ, 34-ാം സങ്കീർത്തനം ആദ്യവാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 3, നിഷ്ഠയുടെ പ്രതിജ്ഞ, 55-ാം സങ്കീർത്തനം 16-17, എൻ്റെ യഹോവയെ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ യഹോവ കേൾക്കും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവസാനത്തെ പ്രതിജ്ഞ, ത്യാഗത്തിന്റെ പ്രതിജ്ഞ, 119-ാം സങ്കീർത്തനം 62-ാമത്തെ വാക്യം, നിന്റെ നീതിയുള്ള വിധികളെ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കുമാറാകട്ടെ.